ഗൈസ്, അപ്പൊ നമ്മളിതൊരു ചെറിയ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. എന്തെന്ന് വെച്ചാൽ എ മുതൽ ഇസഡ് വരെയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ പോകുന്നത്. അതാണ് ഇന്നത്തെ ചലഞ്ച്. കയ്യിലാകെ 100 രൂപയാണ് നമ്മളെ ഉള്ളത്. 100 രൂപയുടെ അകത്തുള്ള സാധനങ്ങളാണ് നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടൈം വെറും 1 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു കടയിൽ നിന്ന് ഒരു സാധനം മാത്രം, മുഴുവൻ പ്രൊഡക്റ്റ് വാങ്ങേണ്ടത് 100 രൂപയ്ക്ക്. വെറും 1 മണിക്കൂർ സമയം മാത്രം. എ മുതൽ ഇസഡ് വരെയുള്ള 26 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങാൻ കഴിയുമെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ എ എന്ന ലെറ്ററിലുള്ള സാധനമാണ് നമ്മുടെ ടാർജറ്റ്. ഒരു കടയിൽ നിന്ന് ഒരു സാധനം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. ആദ്യം തന്നെ പൈസ പൊട്ടിച്ചു കളയാൻ പാടില്ല. 1 രൂപയ്ക്ക് കിട്ടുന്ന ആൽഫല്ലിബയാണ് ആദ്യം മനസ്സിൽ വന്നത്. അതെല്ലാ കടയിലും കിട്ടുമല്ലോ. അങ്ങനെ ആദ്യം കണ്ട ഒരു കടയിൽ നിർത്തി സാധനം അങ്ങ് വാങ്ങി. ആൽഫല്ലിബയുടെ കമ്പ് മുട്ടായിയാണ് വാങ്ങിയത്. 5 രൂപ അപ്പോൾ തന്നെ പൊട്ടി. അടുത്ത ടാർജറ്റ് ബി. അത് പിന്നെ പ്രത്യേകിച്ച് ആലോചിക്കാനില്ലല്ലോ. തൊട്ടടുത്ത കടയിൽ നിർത്തി നേരെ ചെന്ന് ഒരു ബൂമറങ്ങ് വാങ്ങി. അങ്ങനെ എന്തായാലും 2 ആൽഫബറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് സി. സി എന്തേലും ഉണ്ടോന്നൊക്കെ ആലോചിച്ച് വീണ്ടും മുന്നോട്ട് പൊക്കൊണ്ടേയിരിക്കുകയാണ്. റോഡിലിപ്പോ വേറെ കടയൊന്നും കാണുന്നില്ല. ഒരുപാട് സാധനങ്ങൾ സി വെച്ചുണ്ടെങ്കിലും പെട്ടെന്ന് ആലോചിച്ചിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. പെട്ടെന്ന് നമ്മുടെ സെന്റർ ഫ്രഷിന്റെ കാര്യം ആലോചിച്ചു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. തൊട്ടടുത്ത് കണ്ട ചെറിയ ഒരു കടയിലേക്ക് കയറി ഒരു സെന്റർ ഫ്രഷ് എടുത്തു. അങ്ങനെ സി കംപ്ലീറ്റ് ആയി. അടുത്ത അക്ഷരം ഡി. ഡ്രീം ക്രീം ഡാർക്ക് ഫാന്റസി 100-ൽ നിൽക്കൂല. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. നേരെ തൊട്ടടുത്ത ജംഗ്ഷനിൽ ചെന്ന് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ഡി വെച്ചുള്ള ഡയറി മിൽക്ക് കിട്ടി. അതിന് ഒടുക്കത്തെ റേറ്റാണ്. നമുക്ക് മൊത്തത്തിൽ 100 രൂപയിൽ നിൽക്കണമല്ലോ. വീണ്ടും അവിടെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ 5 രൂപയുടെ ഡയറി മിൽക്കിന്റെ ലോലിപോപ്പ് മുട്ടായി കിട്ടി. അങ്ങനെ അതും കംപ്ലീറ്റ് ആയി. അടുത്ത ലക്ഷ്യം ഇ ആണ്. എ വെച്ച് കുറെ ആലോചിച്ചിട്ട് എക്ലൈസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതൊരു ബ്രാൻഡിന്റെ പേരല്ലേ, നമുക്ക് സാധനം തന്നെ വേണമല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് ഇറേസറിന്റെ കാര്യം ആലോചിച്ചത്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. നേരെ തൊട്ടടുത്തുള്ള ഒരു ബുക്ക് സ്റ്റാളിലേക്ക് കയറി ഒരു ഇറേസറും വാങ്ങി അങ്ങ് ഇറങ്ങി. അടുത്തത് എഫ്. അത് പിന്നെ ഒരുപാട് ആലോചിക്കേണ്ടിയൊന്നും വന്നില്ല. നമ്മുടെ മെയിൻ സാധനം. അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ അടുത്ത കടയിലേക്ക് പോയി. പക്ഷേ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് ചുറ്റിനും കടകളൊന്നും കാണുന്നില്ല. ഉള്ള കടയിൽ പോകണമെങ്കിൽ ഒരുപാട് ചുറ്റുകയും വേണം. നമുക്ക് സമയം കളയാനില്ലല്ലോ. അപ്പോഴാണ് തൊട്ടടുത്തൊരു കട കണ്ടത്. പിന്നെ ഒന്നും നോക്കാതെ വണ്ടി തിരിച്ച് നേരെ ആ കടയിലേക്ക് വിട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ നമ്മുടെ 10 രൂപയുടെ ഫ്രൂട്ടി ഇല്ല. ഫ്രൂട്ടി ഇല്ലാത്ത കടയോ? അങ്ങനെ നിരാശനായി അവിടെ നിറങ്ങി അടുത്ത കടയിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ നാട്ടിൽ കടയ്ക്കൊക്കെ ഇത്രയ്ക്ക് ക്ഷാമം ഉണ്ടെന്ന്. പിന്നെയും പോകുന്ന വഴിക്കുള്ള അടുത്ത ഒരു കടയിൽ കയറി. അവിടെ ചോദിച്ചപ്പോഴും ഫ്രൂട്ടി ഇല്ലെന്ന്. എന്ത്, ഫ്രൂട്ടി ഇല്ലാത്ത കടകളുള്ള നാടോ? ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് പൊടാരൻ, ചിലയിടത്ത് ഡെയിലി. എന്താ ആരുമൊന്നും പറയാത്തത്? എല്ലാവരും ഫ്രൂട്ടി വിറ്റ് മറ്റ് ലോക്കൽ കമ്പനികളിലേക്ക് മാറിയോ? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് നേരെ അടുത്ത കടയിൽ ചോദിച്ചപ്പോ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി പുറത്തേക്ക് ഇറങ്ങി നേരെ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. ഇങ്ങനെ പേടിക്കലടാ. എന്തായാലും വഴിയിലൊരിടത്ത് വെച്ച് വാങ്ങിയ ഫ്രൂട്ടി അങ്ങ് കുടിച്ചു തീർന്നു. അത്രക്കായ അടുത്ത ലക്ഷ്യം ജി. അത് പിന്നെ അധികം ആലോചിക്കേണ്ടിയൊന്നും വന്നില്ല. തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് ചെന്ന് അവിടുത്തെ ഒരു കടയിൽ കയറി സാധനം അങ്ങ് മേടിച്ചു. അതെ, നമ്മുടെ ജംസ്.
ടെൻഷൻ ആയതുകൊണ്ട് നേരെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ കയറി എച്ച് കൊണ്ടുള്ള സാധനം തപ്പി. അധികം തപ്പേണ്ടി വന്നില്ല. 5 രൂപയുടെ ഹോർലിക്സ് അവിടെ നിരത്തി വെച്ചേക്കുന്നു. അങ്ങനെ അതും കിട്ടി. അടുത്തത് ഐ. അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. ഐ വെച്ച് എത്രയൊക്കെ ആലോചിച്ചിട്ടും ചെറിയ ഒരു സാധനവും കിട്ടുന്നില്ല. കുറെ നേരം അത് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും നമ്മുടെ സമയം കഴിയാൻ പോവുകയാണ്. ഇനി എന്തായാലും നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ഒരിക്കലും എല്ലാ സാധനവും മേടിച്ചു തീർക്കാൻ പറ്റില്ല. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അങ്ങനെ 1 മണിക്കൂർ എന്ന സമയത്തിൽ നമ്മൾ തോൽവി ഉറപ്പിച്ചു. തോറ്റു, ഞാൻ തോറ്റു. സ്വാമി തോറ്റുട്ടോ, തോറ്റു. എന്തായാലും നമ്മുടെ ചലഞ്ച് പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഇത് വിടാൻ പ്ലാൻ ഇല്ല. നമ്മളെന്തായാലും ഈ ഒരു ആൽഫാബറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കും. നമ്മൾ 1 hour ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ 1 hour നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിൽ തന്നെ നമ്മളത് Z വരെ എത്തിച്ചിരിക്കും. അങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു. ഐ കൊണ്ട് സാധനം വാങ്ങിയേ പറ്റൂ. 100 രൂപയുടെ ഉള്ളിൽ നിൽക്കണമല്ലോ. അതുകൊണ്ട് ചെറിയ സാധനമേ വാങ്ങാനും പറ്റൂ. കുറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഇംലി എന്ന ഒരു പുളിമുട്ടായി ഓർമ്മ വന്നു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാടുണ്ടായിരുന്നതാണ്. അങ്ങനെ തൊട്ടടുത്ത കടയിലേക്ക് കയറി ഇംലി പുളിമുട്ടായി ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കാൻ തുടങ്ങി. പല കടകളിലും മാറി മാറി കയറി. എന്നാൽ നമ്മുടെ കുട്ടിക്കാലത്തെ ആ ഇംലി പുളിമുട്ടായി ഇപ്പോൾ കിട്ടാനേ ഇല്ല. ചില കടകളിൽ നിന്ന് അതുപോലത്തെ സാധനമൊക്കെ തന്നെങ്കിലും നമ്മൾ കഴിച്ചിരുന്ന ആ സാധനം നമ്മുടെ കേരളത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കി. ഇനി അതന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നമ്മൾ അടുത്ത സാധനത്തിനായി ആലോചന തുടങ്ങി. അപ്പോഴേക്കും മഴക്കോള് നന്നായി വരുന്നുണ്ട്. നേരം ഇരുട്ടാനും തുടങ്ങി. മഴ വരുന്നു ഗായ്സ്. വെറുതെ ആലോചിച്ച് സമയം കളയണ്ടെന്ന് കരുതി ഒടുവിൽ ഗൂഗിളിൽ നോക്കാൻ തീരുമാനിച്ചു. എടാ സാധനം കിട്ടി. ഐ വെച്ച് ഐസ്ക്രീം ഇല്ലേ? ശരിയാണല്ലേ. ഇത്രയും നേരമായിട്ടും ഈ ഒരു ഐറ്റം കിട്ടാത്ത നമ്മൾ മണ്ടന്മാരല്ലേ എന്ന് നമുക്ക് തന്നെ തോന്നി. പിന്നെ ഒന്നും ചിന്തിക്കാതെ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് ചെന്ന് നേരെ 10 രൂപയുടെ ഒരു ബോൾ ഐസ്ക്രീം അങ്ങ് വാങ്ങി. അപ്പോഴാണ് ബോൾ ഐസ്ക്രീമിന് 15 കാര്യം അറിയുന്നത്. അങ്ങനെ പിന്നെ 10ന്റെ വേറൊരു സാധനം വാങ്ങി. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. 10 രൂപയ്ക്ക് ഇന്റർനാഷണൽ സാധനം തരാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി. അടുത്തത് ജെ. അത് പിന്നെ ഒരുപാട് ആലോചിക്കേണ്ടിയൊന്നും വന്നില്ല. ക്യാമറാമാന്റെ ഫേവറേറ്റ് ഐറ്റമായ ജസ്റ്റ് ജെല്ലി ലക്ഷ്യമാക്കി നേരെ തൊട്ടടുത്ത കടയിൽ ചെന്ന് അതും ഒപ്പിച്ചു. അടുത്തത് കെ. അത് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. അതെ, നമ്മുടെ സ്വന്തം കുർക്കുറെ. അടുത്ത അക്ഷരം എൽ. അതും ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. നമ്മുടെ ലേസ് ഉണ്ടല്ലോ. പക്ഷെ ഇത്രയും ആയപ്പോഴേക്കും നല്ല മഴ വരുന്നുണ്ട്. പിന്നെ ഒരു മരിച്ചുകൊട്ടിൽ കയറി നിന്ന് വാങ്ങിയ ലേസുമൊക്കെ കഴിച്ച് മഴ തോരുന്നത് വരെ അങ്ങ് നിന്നു. 2 hours later. അങ്ങനെ മഴയെല്ലാം തോർന്ന് അന്തരീക്ഷമൊക്കെ ക്ലിയർ ആയപ്പോഴേക്കും 7 മണി കഴിഞ്ഞു. നമ്മുടെ അടുത്ത അക്ഷരം എം. എം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലേക്ക് വരുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മുടെ മഞ്ചാണ്. മഞ്ച് വാങ്ങിയാൽ എക്സ്പെൻസീവ് ആവും. എല്ലാ സാധനവും 100 രൂപയിൽ നിൽക്കുമെന്ന് ഇപ്പോൾ തന്നെ സംശയമാണ്. ഓൾറെഡി 56 രൂപയായി. ഇതുവരെ വാങ്ങിയത് 12 ഐറ്റമാണ്. അതിന് 56 ആണെങ്കിൽ ഇനി 14 ഐറ്റം കൂടി വാങ്ങാനുണ്ട്. ഈ പോക്കാണെങ്കിൽ അത്രയും വാങ്ങാൻ ഏകദേശം 60 രൂപ കടന്നുപോകും. അങ്ങനെയായാൽ ചലഞ്ച് തേയും. ഇനി പിടിച്ച് ചിലവാക്കിയേ പറ്റും. അതുകൊണ്ട് നേരെ തൊട്ടടുത്ത കടയിൽ കയറി നമ്മുടെ 1 രൂപയുടെ മെൻഡോസ് അങ്ങ് വാങ്ങി. അടുത്തത് എൻ. കുറച്ച് ആലോചിച്ച് നോക്കിയിട്ട് എൻ വെച്ച് ചെറിയ സാധനം ഒന്നും കിട്ടുന്നില്ല. വെറുതെ ആലോചിച്ച് സമയം കളയാതെ എന്തായാലും തൊട്ടടുത്ത ഒരു കടയിൽ നോക്കാമെന്ന് കരുതി അവിടേക്ക് കയറിയപ്പോൾ തന്നെ വെളിയിൽ സാധനം കിടക്കുന്നു. 10 രൂപയാണ്. ഒരുപാട് എക്സ്പെൻസ്. അവിടെ നിന്ന് വേറെ വല്ലതും ഉണ്ടോ എന്ന് കുറെ ആലോചിച്ചിട്ട് ചെറിയ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ അത് തന്നെ എടുത്തു. അടുത്തത് ഓ. അതിനിപ്പോ എന്ത് ചെയ്യും? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആകെ മനസ്സിൽ വരുന്നത് ഓറിയോ. അതാണെങ്കിൽ എക്സ്പെൻസീവ്. ഈശ്വര, ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു എത്തുപിടിയും കിട്ടുന്നില്ല എന്ന് പറയാം. ആരാദ്യം നിർത്തുന്ന അവർ തോറ്റു. അങ്ങനെ സമയം കളയാതെ പിന്നെ ഗൂഗിളിൽ നോക്കാമെന്ന് തന്നെ തീരുമാനിച്ചു.
യെസ്, നമ്മുടെ സ്വന്തം ഓർബിറ്റ്. അങ്ങനെ നേരെ തൊട്ടടുത്ത കടയിലേക്ക് ചെന്ന് അത് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ഇപ്പോൾ ചലഞ്ചിന് വേണ്ടിയാണ് നമ്മൾ ഇത് മേടിച്ചത്, അല്ലാതെ ഈ സാധനം ആരും വാങ്ങുന്നത് പോലും കണ്ടിട്ടില്ല. പിന്നെ ഈ കമ്പനി എങ്ങനെ പിടിച്ചു നിൽക്കുന്നോ ആവോ, ചിലപ്പോ നമ്മൾക്കറിയാത്ത ഒരുപാട് പേര് വാങ്ങുന്നുണ്ടാവും. അടുത്ത ലക്ഷ്യം പി. അത് അപ്പോൾ തന്നെ നമുക്ക് സാധനം കിട്ടി. അതെ, നമ്മുടെ പോളോ. പക്ഷെ കടയിൽ നിന്ന് പോളോ വാങ്ങി ഇറങ്ങിയപ്പോഴാണ് ഓർത്തത്, പോപ്പിൻസ് വാങ്ങിയിരുന്നെങ്കിൽ 2 രൂപയാവത്തുള്ളായിരുന്നു. ഇനി പോട്ടെ. അങ്ങനെ നഷ്ടപ്പെട്ടത് എന്തെല്ലാം ഉണ്ട്. അടുത്ത അക്ഷരം ക്യൂ. ഇവിടെയായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടുപോയത്. ക്യൂ വെച്ച് ഏത് സാധനം ഉണ്ടെന്ന് കുറെ നേരം ആലോചിച്ചു. ആദ്യമൊക്കെ മറ്റുള്ള അക്ഷരങ്ങൾ പോലെ ഇപ്പോൾ കിട്ടും സാധനം എന്ന് കരുതി സിമ്പിളായി ആലോചിച്ചിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ചേടാ, ഇനി ക്യൂ വെച്ചിട്ട് എന്തേലുണ്ടാ? ഓടാ. 10-15 മിനിറ്റോളം ആലോചിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. അവസാനം പിന്നെ നമ്മുടെ മറ്റേ ഐറ്റം എടുത്തു, ഗൂഗിളിൽ തപ്പൽ. ഗൂഗിൾ അല്ലേ, ഇപ്പോ കിട്ടുമെന്ന് കരുതി തപ്പിയതാണ്. പക്ഷെ നമ്മുടെ ആ തപ്പൽ 1/2 മണിക്കൂറോളം നീണ്ടു. രണ്ടുപേരും മാറി മാറി തപ്പി, ഒരു രക്ഷയുമില്ല. ഗൂഗിളിൽ കാണിക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടേ ഇല്ലാത്ത സാധനങ്ങൾ. അവസാനം പിന്നെ വേറെ ഒരു പരിപാടി നോക്കാന്ന് കരുതി. എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്, പക്ഷേ കുറച്ച് ചീപ്പാണ്. മറ്റൊന്നുമല്ല, ഇതുപോലത്തെ ചലഞ്ച് ചെയ്ത മറ്റാരുടെയെങ്കിലും വീഡിയോ എടുത്ത് നോക്കാമെന്ന് തീരുമാനിച്ചു. നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാം. നല്ല മുഴുപ്പുള്ള പാലാ. കുറച്ച് ചേർക്കാം അല്ലേ? ചേർക്കാം. ചേർക്കാം. അവസാന വഴിയായിരുന്നു അത്. പക്ഷെ അവിടെയും നമ്മൾ പെട്ടു. എല്ലാ വീഡിയോയിലുള്ളവരും വാങ്ങുന്നത് ക്വാക്കർ ഓട്സ്. നമുക്കത് വാങ്ങാൻ കഴിയില്ലല്ലോ, 100 രൂപയ്ക്ക് ഉള്ളിൽ നിർത്തണ്ടേ. ഇപ്പോൾ തന്നെ 77 രൂപയായി. ആ സാധനത്തിന് തന്നെ 100-150 ആവും. ഇതോടെ ഒരു കാര്യം മനസ്സിലായി, ക്വാക്കർ ഓട്സ് അല്ലാതെ ക്യൂ വെച്ചുള്ള ഒരു സിമ്പിൾ പ്രൊഡക്റ്റ് വിപണിയിലില്ല. സത്യം പറഞ്ഞാൽ ചലഞ്ച് തുടങ്ങിയപ്പോ നമ്മൾ കരുതിയത് WXZ ഒക്കെ ആയിരിക്കും സാധനം കിട്ടാൻ ഏറ്റവും ടഫുള്ള അക്ഷരമെന്ന്. പക്ഷെ നമ്മൾക്ക് തെറ്റി. അവരെല്ലാം മറിച്ചിട്ടുകൊണ്ട് നമ്മുടെ ക്യൂ. ഇതോടെ നമ്മൾ തോൽക്കാൻ പോവുകയാണെന്ന് ഉറപ്പിച്ചു. ഒരു പണിവാളിയെ പോലെ തോന്നാ. എന്റെ ജീവിതം എന്തായിട്ടാക്ക ഇങ്ങനെ എന്ത് ചെയ്തിട്ട് ഒന്നും ഒരു ഗുണം പിടിക്കുന്നില്ല. അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എങ്ങനെയും സാധനം ഒപ്പിച്ചേ പറ്റൂ. ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ, ഒരു പ്രാവശ്യമെങ്കിലും. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, തോറ്റു എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുന്നത് വരെ വിജയിക്കാനൊരിടം ബാക്കിയുണ്ട്. അങ്ങനെ വീണ്ടും തപ്പിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ചില കടകളിൽ കാണുന്ന ഒരു ജെല്ലി മുട്ടായി കണ്ടു. അതിന്റെ പേര് കിങ്സ് ക്യാൻഡി എന്നാണ്. അങ്ങനെ അതൊന്ന് നോക്കാമെന്ന് കരുതി. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, കിൻസ് എന്ന് പറയുന്നത് ഒരു പഴമാണ്, ഫ്രൂട്ടാണ്. അതുകൊണ്ടുണ്ടാക്കുന്ന സാധനമാണ് കിൻസ്. അതിന് ഈ സമയത്ത് എവിടെ തപ്പാൻ? സമയം 9 മണി കഴിഞ്ഞു. കടകളൊക്കെ അടയ്ക്കുന്നതിന് മുമ്പ് ബാക്കി അക്ഷരങ്ങൾ കൂടി തീർക്കാനുണ്ട്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇറങ്ങിയേ പറ്റൂ. അപ്പോഴാണ് കാടമുട്ടയുടെ പേര് ക്യൂ കൊണ്ടാണെന്ന് മനസ്സിലായത്. അങ്ങനെ നേരെ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് പോയി കടകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ സാധനം സിംഗിൾ ആയിട്ട് കിട്ടത്തില്ല, പാക്കറ്റിലേ കിട്ടത്തുള്ളൂ. ഈ കാടമുട്ട എത്ര എണ്ണം വരുന്നത്? പാക്കറ്റിലായിരുന്നല്ലേ? അങ്ങനെ നേരെ അവിടെയുള്ള ഒരു ഫ്രണ്ടിന്റെ കടയിലേക്ക് ചെന്നിട്ട് അവനോട് കാര്യം പറഞ്ഞു. 10 രൂപയ്ക്ക് ഉള്ളിലുള്ള ക്യൂ കൊണ്ടുള്ള സാധനം തരാൻ പറഞ്ഞപ്പോൾ കുറച്ചു നേരം ആശാൻ ആലോചിച്ച ശേഷം ഇപ്പൊ തരാന്ന് പറഞ്ഞ് അവൻ നമുക്ക് സാധനം കാണിച്ചു തന്നു. കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? വൃത്തികേട്. നീ എന്തൊരു സാധനം എടുത്താന്ന് പറഞ്ഞ? ക്യൂവിന്റെ അല്ലേ? ഇഷ്ടം പോലെ ക്യൂ ഉണ്ട്. എത്ര എണ്ണമാണ്? വാരി എടുത്ത് ഒരെണ്ണം മതി.
നമ്മളായതുകൊണ്ട് ആശാൻ 1 രൂപയെ എടുത്തുള്ളൂ. അതെ, അങ്ങനെ അത്രയും നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ക്യൂ വെച്ച് സാധനം വാങ്ങിയിരിക്കുന്നു. അടുത്തത് R. മറ്റുള്ള കടകളിലേക്ക് പോയി നോക്കാൻ ഇനി സമയമില്ല, അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ എടുത്തേക്കാന്ന് കരുതി. അങ്ങനെ അവിടെ നിന്ന് തന്നെ R കൊണ്ടുള്ള സാധനം നമുക്ക് കിട്ടി. 5 രൂപയ്ക്ക് 6 കൊണ്ട് തുടങ്ങുന്ന ഒരു പേന. അടുത്തത് എസ്. അതിന് എവിടെ നിന്ന് വാങ്ങുമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് അടച്ചിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് മുട്ടായികൾ തപ്പിയപ്പോൾ 10 രൂപയുടെ സ്നിക്കേഴ്സ് കിട്ടി. ഇതോടെ 93 രൂപയായി. പുറത്തുള്ള ഒട്ടുമിക്ക കടകളും അടച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും 7 രൂപയ്ക്ക് 7 സാധനങ്ങൾ കൂടി വാങ്ങണം. അതായത് 1 രൂപയുടെ 7 സാധനം. അതിന് എന്തായാലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അക്കാര്യത്തിലും നമ്മൾ തോൽവി ഉറപ്പിച്ചു. അവൻ കൊന്നില്ലല്ലോ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ഇസഡ് വരെ സാധനങ്ങൾ മേടിച്ചേ പറ്റൂ. പിന്നെ ഒന്നും നോക്കാതെ നേരെ ഇറങ്ങി. അടുത്തത് ടീ. സമയം 10 മണി കഴിഞ്ഞു. അടയ്ക്കാതിരിക്കുന്ന ഏതെങ്കിലും കട ഉണ്ടോ എന്ന് നോക്കിയാണ് ഇപ്പോഴത്തെ യാത്ര. അങ്ങനെ ഹൈവേയുടെ സൈഡിലെ ഒരു ചായക്കട കണ്ടു. അവിടെ കയറി ടീ കൊണ്ടുള്ള ടാങ്ക് ചോദിച്ചു. ചേച്ചി 30 രൂപയുടെ ടാങ്ക് എടുത്തങ്ങ് തന്നു. ഇതോടെ അതും കിട്ടി. അടുത്തത് യു. ആലോചിച്ച് കണ്ടുപിടിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ആ കടയിൽ നിന്ന് തന്നെ യു കൊണ്ടുള്ള ഒരു ഉഴുന്നുവട അങ്ങ് വാങ്ങി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കേ. അങ്ങനെ അതും കിട്ടി. അടുത്തത് വി. അതും അന്വേഷിച്ച് നടക്കാൻ കടകളില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ഒരു വാഴയ്ക്കപ്പം അങ്ങ് വാങ്ങി. ഇനി വാഴയ്ക്കപ്പം എന്താണെന്ന് അറിയാത്തവർ മലബാർ ജില്ലകളിലുണ്ടാവും. തിരുവനന്തപുരം, കൊല്ലം ഭാഗത്ത് നമ്മുടെ പഴംപൊരിയുടെ പേരാണ് വാഴയ്ക്കപ്പം. അങ്ങനെ വി കംപ്ലീറ്റ് ആയി. അടുത്തത് ഡബ്ല്യു. അതിന് എന്തൊപ്പിക്കുമെന്നായിരുന്നു കൺഫ്യൂഷൻ. എന്നാൽ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് പോലെ ആ കടയിൽ തന്നെ സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ അതും കംപ്ലീറ്റ്. അങ്ങനെ അവിടെ നിന്ന് വിട്ടു. അടുത്തത് എക്സ്. വഴിയിൽ അടയ്ക്കാൻ പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി അതിന്റെ മുന്നിൽ നിന്ന് കുറേ നേരം ആലോചിച്ചിട്ട് എക്സ് കൊണ്ട് ഒന്നും കിട്ടാനില്ല. എന്തായാലും കയറി നോക്കാമെന്ന് കരുതി അവിടേക്ക് ചെന്ന് തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സാധനം കിട്ടി. അടുത്ത അക്ഷരം വൈ. അത് തപ്പിക്കൊണ്ടിരുന്നപ്പോഴേക്കും കട അടയ്ക്കാൻ പോകുന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ കഴിയാതെ വൈ കൊണ്ടുള്ള സാധനം എടുത്ത് നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. അതെ, നമ്മുടെ EP. ഇപ്പോൾ കടകളെല്ലാം അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസഡ് കൂടി കിട്ടാനുണ്ട്. എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് പിടിയും കിട്ടത്തില്ല. അങ്ങനെ കട അടയ്ക്കല്ലേ എന്ന് ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞ് വീണ്ടും നേരെ അവന്റെ കടയിലേക്ക് തന്നെ ചെന്നു. അടച്ച കട അവനെ കൊണ്ട് വീണ്ടും തുറപ്പിച്ചതാണ്. സാധനം കുറെ നേരം അവിടെയൊക്കെ തപ്പിയിട്ട് ഒടുവിൽ നമ്മളത് കണ്ടെത്തി. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഇറങ്ങി നമ്മൾ 8 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. എന്താ അല്ലേ? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കില്ല. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ.